കേരളം വിധി എഴുതി. സംസ്ഥാനത്ത് 75.01% പോളിംഗ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനയുഗം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സമയം അവസാനിച്ചു. 6 മണി വരെ 75.01% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പല ബൂത്തുകളിലും ആളുകളുടെ നീണ്ട നിര തന്നെയാണുള്ളത്. 6 മണി വരെ വരിയിൽ ഉണ്ടായിരുന്നവർക്കെല്ലാം ടോക്കൺ നൽകിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് മുമ്പ് തന്നെ പല ബൂത്തുകളിലും വോട്ടർമാർ എത്തിത്തുടങ്ങിയിരുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണിക്കാണ് അവസാനിച്ചത്. 140 മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 6 മണിയോടെ മോക്ക് പോളിംഗ് ആരംഭിച്ചത്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളത്തിന് പുറമെ അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലാണ് ഇന്ന് വോട്ടിംഗ് നടന്നത്. ആദ്യ മണിക്കൂറിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അസമിലാണ്. 1000-ഓളം ബൂത്തുകളിലാണ് ഇന്ന് 5.3 കോടി ജനങ്ങളോളം 3 പോളിംഗ് ബൂത്തിലെത്തുന്നത്. വൈകിട്ട് 5 മണി കഴിയുമ്പോൾ 84.4% പോളിംഗ് ആണ് അസമിൽ രേഖപ്പെടുത്തിയത്. അതേസമയം പുതുച്ചേരിയിൽ ഇത് 86.92%. തൃക്കാക്കര NDA സ്ഥാനാർത്ഥി അഖിൽ മാരാരുടെ ഫേസ്ബുക്ക് അക്കൗണ്ടിന് പൂട്ടിട്ട് കേരള പോലീസ്. ഇന്ന് രാവിലെ മുതലാണ് അക്കൗണ്ട് നീക്കം ചെയ്തത്. 6 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള അക്കൗണ്ടാണ് പോലീസ് പൂട്ടിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 215 രൂപ കുറഞ്ഞ് 13,885 രൂപയായും പവന് 1,720 രൂപ താഴ്ന്നു 1,11,080 രൂപയായും വില മാറി. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് ആഭ്യന്തര വിപണിയിലും പ്രതിഫലിക്കുന്നത്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലും സ്വർണം, വെള്ളി വിലയിൽ ഇത്തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് വിപണിയുടെ വിദഗ്ധർ വിലയിരുത്തുന്നത്. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാൻ മാറ്റിവെച്ചു. എറണാകുളം, പാലക്കാട് സ്വദേശികളായ ട്രാൻസ്ജെൻഡർ വ്യക്തികളാണ് ഹർജി നൽകിയിരിക്കുന്നത്. നിയമ ഭേദഗതി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ലഭ്യമായിരുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്നതാണെന്ന് ഹർജിയിലെ ആരോപണം. സംസ്ഥാനത്ത് വീണ്ടും മരണാനന്തര അവയവദാനം. തിരുവനന്തപുരം സ്വദേശിയായ ജയകുമാറിന്റെ ഹൃദയം, 2 വൃക്ക, കരൾ, 2 നേത്രപടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. തിരുവനന്തപുരം കിംസ് ആശുപത്രി ചികിത്സയിലിരിക്കെയാണ് ജയ്ക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചത്. ജയ്യുടെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസ് വഴി കൊച്ചിയിലെ ലിസി ആശുപത്രിയിൽ എത്തിച്ചു. ലിസി ആശുപത്രി തന്നെയുള്ള മലപ്പുറം മൂക്കുതല സ്വദേശിനി 14 വയസ്സുകാരിയിലാണ് ജയ്യുടെ ഹൃദയം ഇനി മിടിക്കുക. ഭർത്തൃ വീട്ടിൽ പാചകം ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നത് സ്ത്രീയുടെ അന്തസ്സിനെ ഹനിക്കുന്നതാണെന്നും അത് മാനസിക പീഡനത്തിന്റെ പരിധിയിൽ വരുമെന്നും ബോംബെ ഹൈക്കോടതി. ഭാര്യയുടെ പരാതിയിൽ തന്റെ മേൽ ചുമത്തിയ ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരാൾ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിന്റെ നിരീക്ഷണം. ബീഹാർ മുഖ്യമന്ത്രിയും ജനതാദൾ യുണൈറ്റഡ് നേതാവുമായ നിതീഷ് കുമാർ ഏപ്രിൽ 14-ന് രാജിവെക്കുമെന്ന് റിപ്പോർട്ടുകൾ. രാജ്യസഭാ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് വ്യാഴാഴ്ച ഡൽഹിയിലെത്തും. ഏപ്രിൽ 10-ന് അദ്ദേഹം രാജ്യസഭാ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ സ്ഥാപിച്ച മൈനുകൾ ഒഴിവാക്കി കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മാപ്പ് പുറത്തിറക്കിയതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. US-ഉമായി വെടിനിർത്തൽ ധാരണ നിൽക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. അതേസമയം ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇറാൻ വീണ്ടും ഹോർമുസ് അടയ്ക്കുമെന്ന് അഭ്യൂഹങ്ങളുമുണ്ട്. ഹിസ്ബുള്ള തലവൻ നയീം ഖാസിമിന്റെ അനന്തരവനും അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായ അലി യൂസഫ് ഹർഷിയെ വധിച്ചതായി ഇസ്രായേൽ സൈന്യം. ബെയ്റൂട്ടിലെ തെല്ലറ്റ് ഖയാത്ത് മേഖലയിൽ ബുധനാഴ്ച രാത്രി നടത്തിയ വ്യോമാക്രമണത്തിലാണ് ഹർഷി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഹസൻ നസറല്ല കൊല്ലപ്പെട്ടതിനു ശേഷമാണ് നയീം ഖാസിം ഹിസ്ബുള്ളയുടെ തലവനായി ചുമതലയേറ്റത്. നയീം ഖാസിമിനെ തന്നെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. ജനയുഗം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനയുഗം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.